നമസ്കാരം. അവിട്ടം, ചതയം, തിരുവോണം നക്ഷത്രക്കാർക്കുള്ള ജ്യോതിഷ ഫലങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. സാമ്പത്തികം, തൊഴിൽ, ആരോഗ്യം, കുടുംബം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ നിങ്ങൾക്ക് എങ്ങനെ ഫലങ്ങൾ പ്രതീക്ഷിക്കാം എന്നതിൻ്റെ വിശദമായ വിശകലനം ഈ വീഡിയോയിൽ ഉണ്ടാകുന്നതാണ്. തിരുവോണം നക്ഷത്രത്തിൻ്റെ രാശി മകരമാണ്. നക്ഷത്രാധിപൻ ശനിയും. ആത്മവിശ്വാസം വർദ്ധിക്കും. കുടുംബത്തിൽ ബന്ധങ്ങൾ ദൃഢപ്പെടും. മാനസിക സമ്മർദ്ദം കുറയാൻ. സാമ്പത്തികമായി ലാഭമുണ്ടാകും. ശുഭമാസങ്ങൾ എന്ന് പറയുന്നത് സാമ്പത്തികമായി മുന്നോട്ട് ഉള്ള ശുഭമാസങ്ങൾ ജൂലൈ, ഒക്ടോബർ, ജനുവരി എന്നീ തുടങ്ങിയ മാസങ്ങളാണ്. ജോലിയുള്ളവർക്ക് സ്ഥാനമാറ്റ സാധ്യത ഏറെയാണ്. ബിസിനസ്, സ്വകാര്യ ബിസിനസ് വളർച്ച പ്രതീക്ഷിക്കാം. സാങ്കേതിക വിദ്യയിൽ താൽപ്പര്യമുള്ളവർക്ക് മുന്നേറ്റമുണ്ടാകും. ഉന്നത വിദ്യാഭ്യാസത്തിന് സാധ്യത ഏറെയാണ്. പഠനത്തിലൂടെ വിജയം കൈവരിക്കാൻ സാധിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ ചെറുതായി ഉണ്ടാകാൻ സാധ്യതയേറെയാണ്. അതൊഴിവാക്കാനായി യോഗ, പ്രാണായാമം എന്നിവ ചെയ്യുന്നു. പതിവ് ആയിട്ടുള്ള രോഗങ്ങൾ നിയന്ത്രിക്കപ്പെടും. ശുഭസമയങ്ങൾ എന്ന് പറയുന്നത് മെയ്, ഓഗസ്റ്റ്, നവംബർ മാസങ്ങളാണ്. ആ മാസങ്ങളിൽ ലാഭകരമാണ്. അവിട്ടം നക്ഷത്രം രാശി കുംഭമാണ്. അധിപൻ ശനി. പഴയ സുഹൃത്തുക്കളുമായി പുനഃസംയോജനം. കുടുംബത്തിൽ പുതിയ അംഗം വരാനിടയുണ്ട്. സന്താന യോഗം അത്യന്തം ശക്തമാകുന്നു. സാമ്പത്തികമായി ബാങ്ക് ലോണുകൾക്കായി അനുകൂലമായ കാലഘട്ടമാണ്. ആസ്തി നിക്ഷേപങ്ങൾ സൂക്ഷ്മമായി നോക്കുക. സെപ്റ്റംബർ, ഫെബ്രുവരി, ഏപ്രിൽ എന്നിവ സാമ്പത്തികമായി മുന്നേറ്റമുള്ള മാസങ്ങളാണ്. തൊഴിൽ, സ്വകാര്യ മേഖലയിൽ ഉള്ളവർക്ക് അനുകൂല സ്ഥിതികളുണ്ട്. സർക്കാർ ജോലിക്കാർക്ക് പ്രമോഷൻ സാധ്യത ഏറെയാണ്. വിദേശ യാത്രകളുടെ സാധ്യതയും കൂടുതലാണ്. വിദ്യാഭ്യാസ, ഗവേഷണ, വിദേശ സർവകലാശാല അവസരങ്ങൾ ഏറെയുണ്ട്. മത്സര പരീക്ഷ എഴുതുന്നവർക്ക് വിജയസാധ്യതയുമുണ്ട്. മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. ശനിയുടെ അനുകൂലത കൊണ്ട് ദീർഘകാല രോഗങ്ങൾക്ക് പരിഹാരം കാണാം. ശുഭസമയങ്ങൾ എന്ന് പറയുന്നത് ജൂൺ, ഒക്ടോബർ, മാർച്ച് മാസങ്ങളാണ്. ചതയ നക്ഷത്രം രാശി കുംഭമാണ്. അധിപൻ ശനി. ബന്ധങ്ങളിൽ സന്തോഷമുണ്ടാകും. കലാരംഗത്തുള്ളവർക്ക് പ്രശസ്തി ലഭിക്കും. വിവാഹ ആലോചിതർക്ക് നല്ല സമയമാണ് ഈ വർഷം. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തും. നിക്ഷേപത്തിൽ മുന്നേറ്റമുണ്ടാകും. ചില റിസ്ക് എടുത്താൽ നീണ്ട കാലത്തിലേക്ക് ലാഭം ലഭിക്കുന്നതാണ്. SIP, മ്യൂച്വൽ ഫണ്ട് എന്നിവ പോലെ. പുതിയ ജോലിക്ക് അവസരങ്ങളുണ്ട്. സ്റ്റാർട്ടപ്പ് തുടങ്ങിയവയ്ക്ക് നല്ല തുടക്കമാണ് ഈ വർഷം. അതുപോലെ തന്നെ ഫ്രീലാൻസർമാർക്ക് വളർച്ചയും വരുമാനം ഉണ്ടാകുന്ന വർഷമാണ്. പഠനത്തിൽ ശ്രദ്ധ വർദ്ധിച്ചു വിജയം കൈവരിക്കാൻ സാധിക്കും. വിദൂര വിദ്യാഭ്യാസം, ഓൺലൈൻ പഠനത്തിന് അനുകൂല വർഷമാണ്. ആരോഗ്യം, ചെറുതായുള്ള ക്ഷീണങ്ങൾ ഉണ്ടാകും. മാനസിക സംതൃപ്തി കണ്ടെത്തേണ്ടത് പ്രധാനമാണ്. വൈറ്റമിൻ കുറവുകൾ കാണാം. ശ്രദ്ധ അത്യന്താപേക്ഷിതമാണ്. ശുഭമാസങ്ങൾ എന്ന് പറയുന്നത് ഏപ്രിൽ, ഓഗസ്റ്റ്, നവംബർ എന്നീ മാസങ്ങളാണ്. ഇതായിരുന്നു 2025-26 വർഷത്തേക്കുള്ള തിരുവോണം, അവിട്ടം, ചതയം നക്ഷത്രക്കാരുടെ വിഷുഫലം. നിങ്ങളുടെ ജീവിതത്തിൽ ഈ വർഷം സമൃദ്ധിയും സന്തോഷവും നിറയട്ടെ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. കൂടുതൽ ജ്യോതിഷ ഫലങ്ങൾക്കും മേൽനോട്ടങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.